കോപ്പറേറ്റീവ് ബാങ്കിലെ പറവൂർ ടൗൺ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ തെരഞ്ഞെടുപ്പാണ് നാളെ. 35 വർഷക്കാലമായി കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി ഉള്ള ഒരു സംഘമാണ് നാളെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. ഈ 35 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് സഹകാരികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. 2 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ കിട്ടേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്ത് ഇപ്പോഴും ഒരു പെട്ടിക്കട പോലെ ഇരിക്കുന്ന ഒരു സംഘമാണത്. കാരണം വെച്ചാൽ ഒരു വികസനവും നടത്തുന്നില്ല. കുറെ കാശ് ഉള്ള ആൾക്കാരുടെ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അതില് വികസന പ്രവർത്തനങ്ങൾ, ഒരു ബാങ്കിന് കിട്ടേണ്ട പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് സഹകാരികൾക്ക് കിട്ടേണ്ട ഇത് ഒന്നും തന്നെ ആ ബാങ്കിൽ നടക്കുന്നില്ല. ഒന്ന് നമ്മുടെ ഇപ്പോ പറവൂർ ടൗണിൽ ഉള്ള ബാങ്കുകൾ നടത്തുന്നത് പോലെ മെഡിക്കൽ ഒരു മരുന്ന് ഷോപ്പുണ്ട് അവിടെ. അത് പേരിന് മാത്രമായിട്ട് ചെന്നാലൊരു മരുന്നും ഒന്നും അവിടെ ഇല്ല. നമ്മൾ അത്യാവശ്യത്തിന് പാവങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് പോയി മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ സഹകരണ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ വില കുറച്ച് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ സ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ മരുന്ന് ഉണ്ടാവില്ല. തിരിച്ച് വീണ്ടും ഓട്ടോറിക്ഷ വിളിച്ച് പറവൂർ ടൗണിലേക്ക് തന്നെയാണ് ജനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ഒരു ബ്രാഞ്ച് നമുക്ക് അവിടെ പെരുമ്പടനയിൽ ഒരു ബ്രാഞ്ച് വേണമെന്ന് ജനങ്ങളുടെ ആവശ്യമാണത്. ആ ജനങ്ങളുടെ ആവശ്യം ഇതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. വർഷം 35 കഴിഞ്ഞ് ഇന്നും അതേ പടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 20,000 രൂപയാണ് പരസ്പര ജാമ്യത്തിൽ കൊടുക്കുന്നത്. ഈ 60,000 രൂപ കിട്ടിയാൽ ഒരു വീടിന്റെ ആവശ്യത്തിന്, ഒരു കല്യാണ നിശ്ചയത്തിനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ഇതൊന്നും തികയില്ല. 60,000 രൂപ കിട്ടിയാലൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അത് 50,000 രൂപ വ്യക്തിഗത എന്നുള്ളത് 50,000 രൂപ വെച്ച് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുക. അപ്പോൾ 1.5 ലക്ഷം രൂപ ഒരു വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു വായ്പ കൊടുക്കാനുള്ള ഒരു സംവിധാനം വ്യാപാരികൾക്ക്, അതായത് പറവൂർ ടൗണിലുള്ള വ്യാപാരികൾ അവിടെ ഒരുപാട് പേര് ലോൺ എടുത്തിട്ടുണ്ട്. ആകെ കൊടുക്കുന്നത് 50,000 രൂപയും 20,000 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു 1 ലക്ഷം രൂപ വ്യക്തിഗത വായ്പയായിട്ട് വ്യാപാരികൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മാരകമായ രോഗം ബാധിച്ച അംഗങ്ങൾക്ക് പലിശരഹിത ചികിത്സ, അതായത് അവർക്ക് 50,000 രൂപ ചികിത്സക്ക് വേണമെങ്കിൽ അപേക്ഷ വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പലിശ എടുക്കാതെ അവർ മുതൽ മാത്രം അടച്ചാൽ മതി. അപ്പോൾ അവർക്കൊരു സഹായമാണ്, സഹകാരികൾക്ക് ഒരു സഹായമാണ് അവിടെ കിട്ടുന്നത്. ഞാൻ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കയറുമ്പോൾ, ഈ വാർഡുകളിലൊക്കെ കയറുമ്പോൾ അവർ തന്നെ പറയുകയാണ് ഒരു ഭരണമാറ്റം ആവശ്യമാണ്, അതുകൊണ്ട് ഒരു ഭരണം നിങ്ങൾ വരണം എന്നുള്ളൊരു താല്പര്യം അവരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടായിട്ടുണ്ട്.